ബബിത അമലുമായി കൂടുതൽ അടുക്കുന്നത് അലീനയുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞ ബബിത അനുസരിക്കില്ല. അമ്മയോട് അമലിന്റെ കാര്യം പറഞ്ഞേക്കാം, അമ്മ അവളെ ഉപദേശിച്ചു നന്നാക്കട്ടെ എന്ന് തീരുമാനിച്ച് അലീന വൈജയന്തിയുടെ റൂമിലേക്ക് പോവാണ്. നീ എന്തിനാടി എന്റെ മുറിയില് ഇങ്ങനെ ഇടയ്ക്കിടെ കയറി വരുന്നേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നടന്നു വന്നെടുത്തോളാന്ന്. എന്റെ കാലിനിപ്പോ ഒരു കുഴപ്പമില്ല എന്നു പറഞ്ഞ് വൈജയന്തി അലീനയോട് ദേഷ്യപ്പെടുവാണ്. അതിന് ഞാൻ മേഡത്തെ ശല്യം ചെയ്യാൻ വന്നതൊന്നുമല്ല, ബബിതയുടെ കാര്യം പറയാനാ. രോഹിത്തിന്റെ കാര്യത്തില് ഇനി മേഡത്തിന് ഒരു പേടിയും വേണ്ട, ഞാൻ അവനെ നന്നായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ബബിതയുടെ കാര്യം അങ്ങനെയല്ല, അവളുടെ പോക്ക് ശരിയല്ല മേഡം. മേഡം കുറച്ചുനാള് ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അമല് എന്ന പയ്യനെ അവൾ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരുന്നു. ഇങ്ങനെ പോയാലേ രോഹിത് ഉണ്ടാക്കിയതിനേക്കാൾ നാണക്കേട് കുടുംബത്തുണ്ടാക്കാൻ പോകുന്നത് ബബിതയായിരിക്കും. മേഡം അവളെ ഒന്ന് ഉപദേശിക്കുന്നത് നല്ലതാ എന്നു പറയുവാണ് അലീന. എടി, എന്റെ മോളെ നിന്നെപ്പോലെ മോശക്കാരിയാക്കാനൊന്നും ഞാൻ നിൽക്കില്ല. അവള് വൈജയന്തിയുടെ മോളാണ്, അവൾക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. നീ എന്റെ മക്കളെ നന്നാക്കാൻ വരണ്ട, സ്വന്തം കാര്യം നോക്ക്, അവരുടെ കാര്യം അവര് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് വൈജയന്തി ദേഷ്യപ്പെടുവാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ബാക്കിയൊക്കെ മേഡത്തിന്റെ ഇഷ്ടം എന്ന് മറുപടി കൊടുത്ത് അലീന പോവാണ്. ബബിതയുടെ കാര്യം അച്ഛനോട് പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, 2 തവണ അറ്റാക്ക് വന്ന മനുഷ്യനാണ്. ഇനി മകൾക്ക് കൂടി തെറ്റുപറ്റിയെന്നറിയുമ്പോ അച്ഛനത് താങ്ങാൻ പറ്റില്ല എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുവാണ് അലീന. വൈജയന്തിയാണെങ്കിൽ ബബിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. ആരാ ഈ അമല്? അലീന വന്നു പറഞ്ഞല്ലോ നീ അവനുമായിട്ട് പ്രേമത്തിലാണെന്ന് എന്ന് വൈജയന്തി ചോദിക്കുമ്പോ ബബിത ഒന്ന് പരുങ്ങിപ്പോവാണ്. അതമ്മേ, അവൻ എന്റെ കാമുകനൊന്നുമല്ല. അലീന ഞങ്ങളെപ്പറ്റി മനഃപൂർവ്വം എന്തൊക്കെയോ ഉണ്ടാക്കി പറയുന്നതാ. അവൻ എന്റെ വെറും ഫ്രണ്ട് മാത്രമാണ്. എന്റെ ഒരു ബുക്സ് തരാൻ വേണ്ടി അവൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നവള് കള്ളം പറയുവാണ്. എന്തെങ്കിലും ആവട്ടെ, അലീന പറഞ്ഞതൊന്നും ഞാൻ മനസ്സിലേക്ക് എടുക്കുന്നില്ല. എന്റെ പെൺമക്കള് 2 പേരും തെറ്റിലൂടെ സഞ്ചരിക്കില്ലാന്ന് എനിക്കറിഞ്ഞൂടെ എന്നു പറഞ്ഞ് വൈജ പോവാണ്. അത് കേട്ട് ബബിതയ്ക്ക് വലിയ ആശ്വാസമാവുകയാണ്. ആ സമയത്താണ് ബബിതയ്ക്ക് അമലിന്റെ കോൾ വരുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 60 ലക്ഷം രൂപ വേണം. നീ വിചാരിച്ച അതുണ്ടാക്കാൻ ഈസിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതാ നിന്നെ തന്നെ കാര്യം വിളിച്ചു പറഞ്ഞ് എന്ന് അമല് പറയുമ്പോ, നീ എന്തായി പറയുന്നേ? എന്റെ കയ്യിൽ നിന്ന് എവിടുന്ന അത്രയും പണമൊക്കെ എന്നവള് പറയുമ്പോ, നിന്റെ അച്ഛൻ നാട്ടിലെ വലിയ സ്വർണ്ണക്കട മുതലാളിയല്ലേ, കാശ് തരാൻ പറ്റില്ലെങ്കിലേ സ്വർണ്ണമായിട്ടായാലും മതി, നാളെ തന്നെ വേണം. ഒരു 50 പവൻ സ്വർണം നീ കൊണ്ടുവന്ന് തന്നില്ലെങ്കിലേ എന്താ ചെയ്യാന്ന് നിനക്കറിയണ്ടേ? നിന്റെ കുറച്ച് ഫോട്ടോസ് എന്റെ കയ്യിലുണ്ട്. സ്വർണം എത്തിച്ചില്ലെങ്കിലേ പിന്നെ അത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ എനിക്കറിയാം എന്ന് അമൽ അവളെ ഭീഷണിപ്പെടുത്തുവാണ്. അപ്പൊ നീ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ ഒറിജിനൽ ആയിരുന്നില്ലല്ലേ? എന്റെ കാശായിരുന്നു നീ പ്രണയിച്ചത്. നീ ഇത്രയും വലിയ വഞ്ചകനായിരുന്നോ എന്ന് ചോദിച്ച് അവനോട് പൊട്ടിത്തെറിക്കുവാണ് ബബിത. എന്റെ പ്രണയം ഫേക്കാണെന്ന് നിനക്ക് ഇപ്പോഴാണോടി മനസ്സിലായത്? എനിക്കാവശ്യം നിന്റെ സ്വത്തും പണവും തന്നെയാണ്. ഞാൻ ആവശ്യപ്പെടുന്ന സമയത്തൊക്കെ കാശും സ്വർണവുമായി നീ എന്റെ മുന്നിൽ എത്തിയിരിക്കണം. അല്ലെങ്കിൽ ആ ഫോട്ടോസൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്യും. നാളെ ഞാൻ കാത്തിരിക്കും. സ്വർണം കിട്ടിയില്ലെങ്കിലേ എന്താ വേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ മറുപടി കൊടുത്ത് അമല് കോൾ കട്ട് ചെയ്യുവാണ്. എന്റെ ഒരുപാട് ഫോട്ടോസ് ആ ചതിയന്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ അവനെ പണം കൊടുത്തെങ്ങനെ ഒഴിവാക്കും? അമ്മയുടെ കയ്യില് കുറച്ച് സ്വർണ്ണം ഉണ്ടാവും, അതെടുക്കാൻ പറ്റുമോന്ന് നോക്കാം എന്ന് തീരുമാനിച്ച് ബബിത മെല്ലെ വൈജയന്തിയുടെ റൂമിലേക്ക് ചെല്ലുവാണ്. അമ്മ കുളിക്കാൻ പോയെന്ന് തോന്നുന്നു, ഇതാണ് പറ്റിയ സമയം, കീ ഇവിടെ തന്നെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബബിത അത് മെല്ലെ എടുത്ത് അലമാര തുറക്കുവാണ്. ശേഷം അതിനകത്തുള്ള വൈജയന്തിയുടെ ആഭരണങ്ങളെല്ലാം എടുത്തോണ്ട് പോവാണ് ബബിത. ഈ കാഴ്ച ഡോറിനടുത്ത് നിന്നും അലീന കാണുന്നുണ്ടായിരുന്നു. അവൾ ഉടനെ അത് മൊബൈലിൽ പകർത്തുവാണ്. അടുത്ത ദിവസം തന്നെ ബബിത സ്വർണ്ണൊക്കെ അവളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുവാണ്. അവൾ എന്തിനായിരിക്കും അമ്മയുടെ സ്വർണ്ണൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോയത്? ഇപ്പോ ഈ വീഡിയോ കാണിച്ച് വീട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട. എല്ലാ പ്രശ്നങ്ങളും ഒന്ന് സോൾവ് ആയതേയുള്ളൂ, അതുകൊണ്ട് മിണ്ടാതിരിക്കാം എന്ന് അലീന തീരുമാനിക്കുവാണ്. ഇന്ന് അടുത്ത ദിവസം തന്നെ തന്റെ ആഭരണങ്ങൾ മോഷണം പോയെന്ന് വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. ഇത് മോഷ്ടിച്ചത് മറ്റാരുമല്ല, അവള് തന്നെയാ അലീന.
ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ മോഷ്ടിച്ചുകൊണ്ട് പോയതായിരിക്കും. ഞാൻ തിരിച്ച് ഈ വീട്ടിലേക്ക് വരുമെന്ന് അവൾ കരുതിയിട്ടുണ്ടാവില്ല. ആശുപത്രി കിടക്കയിൽ കിടന്ന് ഞാനങ്ങ് ചത്തുപോകുമെന്ന് നീ വിചാരിച്ചു കാണും. എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ വാങ്ങിത്തന്ന ആഭരണങ്ങളാ അത്. അതിനൊരു പവൻ പോലും കുറയാതെ എനിക്കിപ്പോ കിട്ടണം. അല്ലെങ്കിൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും. അവിടെ ചെന്ന് 2 ഇടി കിട്ടുമ്പോ ഇവള് താനെ സ്വർണം തിരിച്ചു തന്നോളും. ഞാൻ അന്നേ പറഞ്ഞതാ ബാലചന്ദ്രനോട്, ഇതുപോലുള്ള ഫ്രോഡുകളെയൊന്നും വീട്ടിൽ താമസിപ്പിച്ചേക്കരുതെന്ന്. അപ്പോ കേട്ടില്ല. ഇപ്പൊ അനുഭവിക്കുന്നത് മൊത്തം ഞാനല്ലേ എന്ന് ചോദിച്ച് വൈജയന്തി അലീനെ അടിക്കാനായി കൈ ഉയർത്തുവാണ്. എന്നാ ബാലചന്ദ്രൻ വന്ന് അത് തടയുന്നുണ്ട്. അലീനയ്ക്ക് എന്റെ സ്വർണ്ണക്കട തന്നെ എഴുതി കൊടുക്കാൻ തയ്യാറായി നിൽക്കുവാ ഞാൻ. അപ്പോഴാണ് നിന്റെ 50 പവൻ ആഭരണങ്ങള് അവള് മോഷ്ടിക്കാൻ പോകുന്നേ. എന്തായാലും ആ ഗതികേട് എന്റെ അലീന മോൾക്കില്ല. അവൾ അത് എടുത്തിട്ടുണ്ടെങ്കിലേ നീ അത് അവളുടെ മുന്നിലേക്ക് കൊണ്ടുപോവാ. തെളിവുകളോടെ ഞാൻ വിശ്വസിക്കാം എന്ന് ബാലചന്ദ്രൻ മറുപടി കൊടുക്കുവാണ്. ബബിതെ, നീ പോലീസിനെ ഫോൺ ചെയ്യ്, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറയ്. അല്ലാതെ ഇവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. തെളിവുകളൊക്കെ പോലീസുകാർ കണ്ടെത്തിക്കോളും. അതെന്റെ ജോലിയല്ല എന്ന് വൈജ പറയുമ്പോ, അമ്മേ, രോഹിത്തേട്ടന്റെ പ്രശ്നം കാരണം പോലീസുകാര് ഇവിടെ വന്നു പോയതേയുള്ളൂ. ഈ വീട്ടിലെ പോലീസുകാര് ഇടയ്ക്കിടെ കയറി ഇറങ്ങിയ അതിന്റെ നാണക്കേട് നമ്മുടെ കുടുംബത്തിനല്ലേ. അതുകൊണ്ട് ആഭരണങ്ങളുടെ കാര്യം അമ്മങ്ങ് മറന്നേക്ക്. അലീന അവൾ എടുത്തിട്ടുണ്ട്, അതെല്ലാവർക്കും മനസ്സിലായില്ലേ. അവളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാം. അവൾ ആ സ്വർണവും കൊണ്ടുപോയി എവിടെയെങ്കിലും സന്തോഷിച്ച് ജീവിക്കട്ടെ. അവളെ കൊണ്ടുള്ള ശല്യം തീരുവല്ലോ. അവൾ ഈ വീട്ടിലുണ്ടായ ഇനിയും പല മോഷണങ്ങളും നടന്നെന്ന് വരും. പഠിച്ച കള്ളിയായി അലീന. എനിക്ക് അവളെ കണ്ടപ്പോ തന്നെ തോന്നിയതാ ഒരു കള്ളിയാണെന്ന് എന്ന് പറയുവാണ് ബബിത. അത് കേട്ട് ദേഷ്യം വന്ന അലീന, എടി, കള്ളി ആരാണെന്ന് ഞാനിപ്പോ തെളിയിച്ചു തരുന്നുണ്ട്. എല്ലാരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. അപ്പോ മനസ്സിലാവും ഈ വീട്ടിലെ പെരുങ്കള്ളി ഞാനാണോ അതോ നിങ്ങളുടെ മകളാണോ എന്ന്. അങ്ങനെ പറഞ്ഞ് അലീന ആ വീഡിയോ ഓൺ ചെയ്ത് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുവാണ്. ബബിത വൈജയുടെ റൂമിൽ കയറി ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ട് അവരെല്ലാരും ആകെ ഷോക്കായി നിൽക്കുവാണ്. ഇനി ഞാൻ എങ്ങനെ രക്ഷപ്പെടും എന്നാലോചിച്ച് ബബിത ആകെ ഷോക്കാവുകയാണ്. എടി, സ്വന്തം അമ്മയുടെ ആഭരണങ്ങൾ തന്നെ നിനക്ക് മോഷ്ടിക്കണമായിരുന്നോ? ഇതിന് മാത്രം എന്താടി നിനക്ക് സ്വർണത്തിനോട് ഇത്ര ആർത്തി? എന്തിനാ നീ ഇത് ചെയ്തേ? പറയടി എന്ന് ചോദിച്ച വൈജയന്തി ബബിതയുടെ മുഖത്തൊന്ന് കൊടുക്കുവാണ്. അമ്മേ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക് എന്നു പറഞ്ഞ ബബിത വൈജയുടെ കാല് പിടിച്ച് കരയുവാണ്. എന്റെ കാല് പിടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലടി. നീ എടുത്തോണ്ട് പോയ സ്വർണം അത് തിരിച്ച് എന്റെ കാൽക്കല് വെക്ക്. അതിനുശേഷം നിനക്കുള്ളത് ഞാൻ തരുന്നുണ്ട് എന്ന് വൈജ ആവശ്യപ്പെടുവാണ്. അത് കേട്ട്, ആ സ്വർണം ഇപ്പൊ എന്റെ കയ്യിലില്ല അമ്മേ. ഞാൻ എന്റെ ഫ്രണ്ടിന് കൊടുത്തുപോയി. അത് തിരിച്ചു തരുമ്പോ ഞാൻ അമ്മയ്ക്ക് തന്നോളാം എന്ന് ബബിത പറഞ്ഞത് കേട്ട് ആകെ തകർന്നു പോവാണ് വൈജയന്തി. ബാലചന്ദ്രൻ വന്ന്, എന്താ നീ പറഞ്ഞു വരുന്നത്? 50 പവനൊക്കെ കൊടുക്കാൻ മാത്രം ആരാടി നിന്റെ അത്ര വലിയ ഫ്രണ്ട്? അതെനിക്കൊന്നറിയണല്ലോ. എന്താ അവളുടെ പേര് എന്ന് ചോദിക്കുവാണ്. എന്ന അമലിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെ പൊട്ടിക്കരയുവാണ് ബബിത. അച്ഛാ, അവൾ എന്നെ കള്ളിയാക്കിയതില് എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല. നേരത്തെ ഒരു പ്രാവശ്യം എല്ലാരും കൂടി എന്നെ മോഷ്ടിക്കുന്ന ഒരാളായിട്ട് ചിത്രീകരിച്ചല്ലോ. അപ്പോൾ തന്നെ ഞാൻ കള്ളിയായതാണ്. അന്ന് അച്ഛൻ വന്നാണ് എന്നെ കള്ളിയല്ലാന്ന് തെളിയിച്ച് രക്ഷിച്ചത്. ഇതിനു പിന്നിൽ വേറെന്തോ ചതി നടന്നിട്ടുണ്ട് അച്ഛാ. അത് ഞാൻ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ഞാൻ മനുവേട്ടനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ അലീന മനുവിനെ വിളിച്ചു വരുത്തുവാണ്. ശേഷം അവനോടൊപ്പം അമലിന്റെ വീട് കണ്ടുപിടിക്കാനായി പോവാണ് അലീന. അവനെ കണ്ടെത്തിയ ഉടൻ മനു അവനെ ഒരുപാട് ഇടിക്കുവാണ്. നിനക്കെന്തിനാടാ ബബിതയുടെ സ്വർണങ്ങള്? സത്യം പറഞ്ഞോണം, ഇല്ലെങ്കിലേ നീ വീണ്ടും എന്റെ കയ്യിന്ന് അടി വാങ്ങിക്കും എന്നും മനു വിരട്ടിയപ്പോ അവൻ പേടിച്ച് സത്യങ്ങളൊക്കെ പറയുവാണ്. അത് പിന്നെ ബബിതയുടെ ഫോട്ടോസൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു. അത് വെച്ച് ഭീഷണിപ്പെടുത്തിയ ഞാൻ അവളുടെ കയ്യിൽ നിന്ന് സ്വർണ്ണം അടിച്ചു മാറ്റിയത് എന്നവൻ പറയുമ്പോ മനു ആ ഫോൺ വാങ്ങി എറിഞ്ഞു പൊട്ടിക്കുവാണ്. ഇനി നിനക്ക് ഈ ഫോൺ വേണ്ട. ഇനി മുതൽ നീ നല്ലവനായിരിക്കണം. ഇനി മുതൽ നീ ഒരു പെണ്ണിനെയും ഭീഷണിപ്പെടുത്തി ഒന്നും നേടാൻ പാടില്ല. വൈജാന്റിയുടെ സ്വർണം അതെനിക്ക് വേണം എന്ന് മനു ആവശ്യപ്പെടുവാണ്. അങ്ങനെ അവൻ മനുവിന്റെ കയ്യില് എല്ലാ സ്വർണങ്ങളും തിരിച്ചു കൊടുക്കുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടൻ അവരുടെ കയ്യിലെ സ്വർണങ്ങൾ കണ്ട് വൈജയന്തിയുടെ കണ്ണ് തെളിയുവാണ്.
അവരെ ഒരുപാട് സന്തോഷത്തോടെ ആ സ്വർണങ്ങൾ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. വൈജ പോയെന്ന് മനസ്സിലായ മനു ബബിതയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. നിന്നെ ഭീഷണിപ്പെടുത്തിയാണ് അമൽ ഇത് വാങ്ങിച്ചെടുത്തേന്ന് നിന്റെ അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അമലിനെ കൊണ്ടുള്ള ശല്യം നിനക്കുണ്ടാവില്ല. അലീന കാരണമാണ് നീ ഇപ്പൊ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ അമല് ഇനിയും പണം ആവശ്യപ്പെട്ട് നിന്നെ വിളിച്ച് ശല്യം ചെയ്തേനെ. ഇനിയെങ്കിലും അലീന അവളെ എല്ലാരും മനസ്സിലാക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് മനു തിരിച്ചു പോവാണ്. ബബിത അത് കേട്ട് അലീനയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുവാണ്. സോറി അലീനെ, ഞാൻ നിന്നെ കളിയാക്കാൻ പാടില്ലായിരുന്നു. അമലിന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങാനും ആ ശല്യത്തിൽ നിന്നും എന്നെ രക്ഷിച്ചെടുക്കാനും നീ ഉള്ളതുകൊണ്ടാ പറ്റിയത്. അതിന്റെ നന്ദി എനിക്ക് നിന്നോട് എപ്പോഴും ഉണ്ടാവും. അമലിന്റെ കാര്യം നീ ഒരിക്കലും എന്റെ അമ്മയോട് തുറന്നു പറയല്ലേ. അമ്മ ഇതറിഞ്ഞ എന്നെ ഇനി കോളേജിലേക്ക് പഠിക്കാൻ വിടില്ല. അതുകൊണ്ട് നീ ഇതാരോടും പറയല്ലേ എന്ന് കാലു പിടിച്ച് കരയുവാണ് ബബിത. അത് കേട്ട് അലീനയ്ക്ക് ഒരുപാട് സങ്കടാവുകയാണ്. നീ വിഷമിക്കാതെ മോളെ, ഞാനായിട്ട് അച്ഛനോടും അമ്മയോടും ഇക്കാര്യങ്ങളൊന്നും പറയില്ല. സ്വർണം തിരിച്ചു കിട്ടിയില്ലേ, അതുകൊണ്ട് അമ്മ കൂടുതൽ ചോദ്യങ്ങളൊന്നും നിന്റെ അടുത്ത് ചോദിക്കില്ല. നീ ഇനി ആ അമലുമായുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കുമെന്ന് എനിക്ക് വാക്കുതാ എന്ന് അലീന ആവശ്യപ്പെട്ടപ്പോ അവന്റെ മുഖം കാണുന്നത് പോലും എനിക്കിപ്പോ ഇഷ്ടമല്ല. ആ കോളേജിൽ പോവാൻ പോലും എനിക്കിപ്പോ മടിയാണ്. ഞാൻ ഇനി അവന്റെ കൺവേട്ടത് പോലും പോവില്ല എന്ന് തീരുമാനിക്കുവാണ് ബബിത.